മിസ്സാണ്. സോ ദാ നമ്മുടെ യുഎസ്എസിലേക്ക് ഇനി നമുക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അല്ലേ. ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയ്ക്ക് കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാനും നമ്മുടെ യുഎസ്എസ് ഒക്കെ നേടിയിട്ട് തിരിച്ചു വരാനും പറ്റുള്ളൂ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ബേസിക് സയൻസിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഓരോ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? അപ്പൊ നമുക്കറിയാം ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണക്കാരനാവുന്ന ആളുകളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെ. അതായത് നമ്മുടെ എർത്തില് അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് ഇതാ നമ്മൾ പറയാൻ പോകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്, ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ നോക്കിയാൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, മീഥൈൻ ഉണ്ട്. ഇതിൽ ഏതോ ഒരാൾ മാത്രം ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിൽ അല്ലെങ്കിൽ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത ആളാണ്. അയാളെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് അല്ലെ. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള ആള് തന്നെയാണ്, പൊല്യൂഷന് കാരണക്കാരനാവുന്ന അല്ലെ. എയർ പൊല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാളാണ് ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ്. പക്ഷെ ഇത് എന്തല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല, അല്ലെങ്കിൽ ഹരിതഗൃഹവാതകങ്ങളല്ല. പകരം ദാ ഈ ബാക്കി കാണുന്ന ആളുകളെ ഓർത്തു വെക്കാൻ നിങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈൻ. ഇവരുടെ കൂടെ തന്നെ നമ്മുടെ വാട്ടർ വേപ്പറും വരുന്നുണ്ട്. ഇത്രയും ആളുകളെയാണ് നമ്മൾ ഹരിതഗൃഹവാതകങ്ങളായിട്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇവരാണ് ഈ പറയുന്ന നമ്മുടെ അന്തരീക്ഷത്തെ താപനിലയൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കാരണം കാർബൺ മോണോക്സൈഡ് എന്തല്ല, ഞാൻ ഇവിടെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ് എന്തല്ല, ഹരിതഗൃഹവാതകമല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ല. പക്ഷെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. കാരണം ഇയാൾ എന്താണ്, പൊല്യൂട്ടന്റ് ആണ് അല്ലെ, മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു വാതകം തന്നെയാണ്. അത് മറക്കാനും പാടില്ല. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ജപ്പാനിൽ മീനമാത രോഗത്തിന്, യെസ്, ഒരു ഡിസീസിന്റെ പേരാണ് മീനമാത ഡിസീസ് അല്ലെ. ഇതിന് കാരണക്കാരനായിട്ടുള്ള വിഷവസ്തു അല്ലെങ്കിൽ രാസവസ്തു ഏതാന്നാ ചോദിച്ചത്. ജപ്പാനിലെ മീനമാത ഡിസീസ് അല്ലെ, മീനമാത രോഗത്തിന് കാരണക്കാരനായിട്ടുള്ള, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മെർക്കുറി ആണ് കേട്ടോ. മെർക്കുറി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം മെർക്കുറി കാരണമാണ്. മെർക്കുറി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വളരെ എന്താണ്, വിഷവസ്തുവാണെന്ന് നമുക്ക് പറയാം അല്ലെ. ടോക്സിക് ആയിട്ടുള്ള ഒരു രാസവസ്തു ആണെന്ന് നമുക്ക് ആരെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ ആരെ നമുക്ക് പറയാം, മെർക്കുറിനെ നമുക്ക് പറയാം. ഈ മെർക്കുറി ഈ കാണുന്ന പോലെ, ഈ പിക്ചറിലുള്ളത് പോലെ തന്നെ നമ്മുടെ വാട്ടർ റിസോഴ്സിലൊക്കെ സ്പ്രെഡ് ആവുന്ന സമയത്ത് അവിടെയുള്ള ലിവിങ് തിങ്സിനും അതുവഴി മറ്റ് ലിവിങ് തിങ്സിനും ഒക്കെ എന്ത് ചെയ്യാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ജപ്പാനിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് മീനമാത ഡിസീസ്, മീനമാത രോഗം എന്ന് പറയുന്നത്. അതിന്റെ കാരണക്കാരനാണ് ആര്, നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത്. അപ്പൊ മെർക്കുറിനെ പറ്റി നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെക്കണം. യെസ്, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർത്ത് വെക്കാം CFL ലാമ്പ് അല്ലെ. നമുക്കറിയാം CFL ബൾബുകൾ അല്ലെ. CFL എന്ന് പറയുന്ന, യെസ്, നമ്മളൊക്കെ പണ്ട് യൂസ് ചെയ്യുന്ന, ഇപ്പൊ അധികവും LED ബൾബുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ CFL യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം CFL ഒക്കെ വലിച്ചെറിയുന്നത് വഴി മണ്ണിൽ കലരാൻ സാധ്യതയുള്ള രാസവസ്തു ഏതാണ്, കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്, മെർക്കുറി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ പഠിച്ചിരിക്കുകയാണ്. അതും മക്കള് മറക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഇതാണ്, From where do the artificial satellites get electricity for working? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനൽ, ഡീസൽ, പെട്രോൾ, കോൾ. ഇത്രയും എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കണ്ണും പൂട്ടി അല്ലെ, കണ്ണടച്ചിട്ടല്ല, നമ്മൾ എന്ത് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. സോളാർ പാനലാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പോയിന്റ് ഓർത്തു വയ്ക്കുക അല്ലെ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് മനസ്സിലുണ്ടായാൽ മതി. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളാർ പാനലാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? ഒരു വൈദ്യുത സർക്യൂട്ടിലെ കമ്പോണൻസ് ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു വൈദ്യുത സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ പ്രധാനമായിട്ടും 3 ആളുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്, യെസ്, സോഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്.
അല്ലെ. സോഴ്സ് അല്ലെങ്കിൽ എന്താണ് വൈദ്യുതിയുടെ ഒരു സ്രോതസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ സോഴ്സ് മസ്റ്റ് ആണ്. ഇനി അവിടെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഡിവൈസ് നമുക്കുണ്ട് അല്ലെ. ബൾബാണ്. ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന, അതായത് വൈദ്യുതിയിൽ വർക്ക് ചെയ്യുന്ന, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കണ്ടക്ടിങ് വയർ കൂടെ നമുക്ക് ആവശ്യമാണ് അല്ലെ. ഒരു കണ്ടക്ടിങ് വയർ കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നോക്കുക നിങ്ങളെ. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ശരിയാണ്. എ ഡിവൈസ് ദാറ്റ് കൺസ്യൂം എനർജി അല്ലെ. വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അതും ശരിയാണ്. എ വയർ ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടത്തിവിടുന്ന ഒരു കണ്ടക്ടിങ് വയറിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്ഷൻസ് കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. ഇതിൽ ആദ്യം തന്നെ എ ശരിയാണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിയും സിയും ഡിയും നമ്മൾ മൈൻഡ് ചെയ്യാതായി പോവും. ഇവിടെ ഡി ഇതാ എയും ബിയും സിയും, അതായത് മുകളിൽ പറഞ്ഞ എല്ലാം എന്നുള്ള ഒരു ഉത്തരം ഇവിടെ വരുന്നുണ്ട്. സോ ഓൾ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ഡി നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്യാണ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ഇവർ 3 പേരും അത്യാവശ്യമാണ്. എന്നാൽ ഇതിൽ അത്യാവശ്യമില്ലാത്ത ഒരാൾ, അതായത് ഈ ചിത്രത്തിൽ ഇല്ല, പക്ഷെ ചിലപ്പോൾ ചിത്രത്തിൽ സ്വിച്ച് കൊടുക്കും. സ്വിച്ച് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അല്ലെ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഈ ഡിവൈസ് പ്രവർത്തിച്ചാൽ മതി. അല്ലാത്തപ്പം അത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സ്വിച്ചിനെ. അത് കമ്പൽസറി അല്ല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെ വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്യാനായിട്ട്. റെഡി? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡ്യൂറിംഗ് ഡേ ടൈം വിൻഡ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ. പകൽ കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നു. ഗ്യാസസ് എക്സ്പാൻസ് വെൻ ഹീറ്റഡ് അല്ലെ. വാതകങ്ങൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുന്നു. ഡ്യൂറിംഗ് നൈറ്റ് വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ്. രാത്രി കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. ദ എബിലിറ്റി ഓഫ് ലാൻഡ് ആൻഡ് സീ ടു അബ്സോർബ് ഹീറ്റ് ഈസ് സെയിം. കരയ്ക്കും കടലിനും താപം സ്വീകരിക്കാനുള്ള കഴിവ് തുല്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കടൽ കാറ്റ്, കരക്കാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ആകെ നമ്മൾ എന്താവും, കൺഫ്യൂഷനിലാവും. ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലെ. ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്, താപം അല്ലെങ്കിൽ ഹിറ്റ് കിട്ടുന്ന സമയത്ത് എക്സ്പാൻഡ് ആവുന്നുണ്ട്, വികസിക്കുന്നുണ്ട്. സോളിഡും ലിക്വിഡും ഗ്യാസും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉത്തരം, ആ ഒരു കറക്റ്റ് ആൻസർ അറിയുന്ന ആൾക്ക് കൃത്യമായിട്ട് അത് ശരിയാണ്. അപ്പൊ ABCD ഉള്ളത് കൊണ്ട് ഒരു ഉത്തരമല്ലേ കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നാൽ ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ ഇതൊക്കെ തെറ്റാണ് എന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ട് കടൽ കാറ്റും കരക്കാറ്റും അല്ലെ, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ അതുകൂടെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ പറഞ്ഞു നമ്മുടെ സണ്ണിന്റെ അല്ലെങ്കിൽ സൂര്യന്റെ ഹീറ്റ് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നല്ലേ, അല്ലെങ്കിൽ എല്ലാവരും അബ്സോർബ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് ഒരുപോലെയാണെന്ന്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ്, ലാൻഡും സീയും നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ടറും നമ്മുടെ സാൻഡും അല്ല, ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂര്യൻ എല്ലാവർക്കും ഹീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് അബ്സോർബ് ചെയ്യുന്നത് രണ്ടുപേരും രണ്ട് രീതിയിലാണ്. നമ്മുടെ സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ആയിക്കോട്ടെ അല്ലെ, കരഭാഗം നമ്മൾ പറയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ആവുന്നുണ്ട്. അതായത് ഫാസ്റ്റ് ആയിട്ട് ക്യുക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ക്യുക്കായിട്ട് അത് എന്ത് ചെയ്യുന്നുമുണ്ട്, അത് പെട്ടെന്ന് തന്നെ തണുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാട്ടറിലേക്ക് വരുന്ന സമയത്ത് വാട്ടർ എല്ലാം എന്താണ്, സ്ലോ പ്രോസസ് ആണ് അല്ലെ. അതായത് പയ്യെ, വളരെ പയ്യെ മാത്രമേ നമ്മുടെ വാട്ടർ എന്ത് ചെയ്യുന്നുള്ളൂ, അത് ഹീറ്റ് ആവുന്നുള്ളൂ. അതേപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് മാത്രമേ നമ്മുടെ വാട്ടർ കൂൾ ആവുന്നുള്ളൂ. ഈ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് നമ്മുടെ മൈൻഡിൽ വേണം. കാരണം ഇവിടെ ഒരു ഓപ്ഷൻ തന്നത് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ വാട്ടറും ലാൻഡും ഒരേപോലെ അല്ല എന്ത് ചെയ്യുന്നത്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ലാൻഡ് ആണ് ക്യുക്കായിട്ട് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ആവുന്നത്, അതേപോലെ തന്നെ കൂൾ ആവുന്നതും. വാട്ടർ ആണെങ്കിൽ സ്ലോ പ്രോസസ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി കടൽക്കാറ്റും കരക്കാറ്റും. കടൽക്കാറ്റും കരക്കാറ്റും പഠിക്കുന്ന സമയത്ത് എന്റെ മക്കൾ ആദ്യം ഓർത്തു വെക്കേണ്ട കാര്യം, ഇത് ഏത് സമയത്ത് നടക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇത് എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഇതിന്റെ കാരണവും അല്ലെ. അപ്പൊ 3 രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, നമുക്കിതിനെ പഠിക്കണം. അപ്പൊ സീ ബ്രീസ്, കടൽക്കാറ്റാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കാര്യം എഴുതുവാണ്. കടലാണ് അല്ലെ, കടൽ കാറ്റ് വീശുന്നത് പകലാണ്. ഓക്കെ, കടൽ കാറ്റ് വീശുന്നത് എപ്പോഴാണ്, പകലാണ്. അഥവാ സീ ബ്രീസ് എന്ന് പറയുന്നത് ഡേ ടൈമിലാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി പറയുവാണ്, കടൽ പകൽ. ഒരു 2 തവണ എന്റെ മക്കൾ പറഞ്ഞു നോക്കുക, കടൽ പകൽ. അവിടെ ഒരു അക്ഷരം ആവർത്തിക്കുന്നുണ്ട് അല്ലെ, ഇൽ. യെസ്, അവസാനിക്കുന്നത് ഒരേപോലെയാണ്. അപ്പൊ കടൽ പകൽ എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കടൽ കാറ്റ് വീശുന്നത് എപ്പോഴാണ്,
പകൽ സമയത്താണ്. ഇതെന്താ മിസ്സി പറയുന്നത് എന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി ഇതാ ഞാനിവിടെ മറ്റു 2 വാക്കുകൾ എഴുതുകയാണ്. കര, രാത്രി. ഓക്കെ, കര എപ്പോഴാണ്? രാത്രി. നോക്കിയേ നിങ്ങൾ, ഒരേ അക്ഷരം യെസ് രാ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ മലയാളം മീഡിയം ആയിക്കോട്ടെ, ഇത് ജസ്റ്റ് ഒന്ന് ഡേ എന്നും നൈറ്റ് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ. അപ്പൊ ഈ കടൽക്കാറ്റും കരക്കാറ്റും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു റഫ് സൈഡിൽ നമ്മൾ എന്ത് എഴുതി വെക്കുക? കടല്, കര, അതുപോലെ അപ്പുറത്ത് പകല്, രാത്രി. അത് ഓർഡർ തെറ്റി എഴുതിയാലൊന്നും ഒരു വിഷയമല്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഒരേപോലെയുള്ള 2 വാക്കുകൾ, അതായത് ഒരേ അക്ഷരം ആവർത്തിച്ചു വരുന്നത്. കര, രാത്രി, ഒരേ അക്ഷരം ഇല്ലേ? രാ ഇല്ലേ? അപ്പൊ കര, രാത്രി പഠിച്ചു വെക്കുക. കരക്കാറ്റ് വീശുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്. ലാൻഡ് ബ്രീസ് എപ്പോഴും എപ്പോഴാണ്? നൈറ്റിലാണ്. അപ്പൊ മലയാളത്തിൽ ഓർത്താ മതി, കര രാത്രി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി കടൽ, കടൽ എപ്പോഴാണ്? കടൽ ഓൾവേസ് പകൽ അല്ലെ. കടൽ പകലാണ്. കടൽ പകൽ, കടൽ പകൽ അല്ലെ. കടൽ പകലാണ്. അപ്പൊ കടൽ പകലാണെന്ന് പറഞ്ഞാൽ കടൽ കാറ്റ്, നമ്മുടെ സീ ബ്രീസ് എപ്പോഴും എപ്പോഴാണ്? പകൽ സമയത്ത് മാത്രമാണ് വീശുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ഓർത്തു വയ്ക്കുക. ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ വരുന്നത്, കടലായിക്കോട്ടെ കരയായിക്കോട്ടെ, ഏതാണോ ആദ്യം മനസ്സിൽ വരുന്നത് അത് എഴുതുന്നു നിങ്ങൾ. കടൽ, കര, അതുപോലെ പകൽ, ഓക്കെ, രാത്രി എന്ന് എഴുതി. ഇനി നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ, കടലും പകലും ഒരു ഗ്രൂപ്പ്, കരയും രാത്രിയും ഒരു ഗ്രൂപ്പ്. പെട്ടെന്ന് നമുക്ക് കിട്ടും. നമ്മൾ ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ചുമ്മാ എഴുതി നോക്കിയാൽ മതി. സോ അതിനു വേണ്ടി ഓർത്തു വെക്കുക, കടൽ പകലാണ്, കര രാത്രിയാണ്. ഇനി ഇത് ഏത് സമയത്ത് വീശുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്ന് കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഇത്ര മാത്രം മനസ്സിലോർക്കുക, എന്താണോ പേര് അവിടെ തുടങ്ങുക, എന്താണോ പേര് അവിടെ തുടങ്ങുക. അപ്പൊ കടൽ കാറ്റ്, സീ ബ്രീസ് എന്ന് പറയുന്ന സമയത്ത് എവിടെ തുടങ്ങണം? കടലിൽ നിന്ന് കരയിലേക്ക്. യെസ്, സീ, ഫ്രം സീ ടു ലാൻഡ് അല്ലെ. അപ്പൊ കടലിൽ നിന്ന് കരയിലേക്കാണ് കടൽ കാറ്റ്. അങ്ങനെ നിങ്ങൾ വേറെ വേറെ വാക്യം ഒന്നും മനസ്സിലോർക്കണ്ട, പേരിൽ നിന്ന് തുടങ്ങുന്നു. അപ്പൊ കടൽ കാറ്റ്, സീ ബ്രീസ്, കടലിൽ നിന്ന് സീയിൽ നിന്ന് തുടങ്ങുക. അപ്പൊ കരക്കാറ്റോ? കരക്കാറ്റ് അല്ലെങ്കിൽ ലാൻഡ് ബ്രീസ് പേരിൽ നിന്നല്ലേ തുടങ്ങേണ്ടത്. അപ്പൊ കരയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? തുടങ്ങുന്നു. കരയിൽ നിന്ന് എങ്ങോട്ടാ അത് വീശുക? കടലിലേക്കല്ലേ. അപ്പൊ ഫ്രം ലാൻഡ് ടു എന്താണ്? സീ. ഓക്കെ, ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ ഓർത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഈ കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് സമയത്ത് വീശുന്നു എന്നോ എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഗിവ് ദ റീസൺ ഫോർ ലാൻഡ് ബ്രീസ് അല്ലെ. രാത്രികാലങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് വായു പ്രവഹിക്കുന്നതാണ് കരക്കാറ്റ്. ഇതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. A, B, C, D എന്നും പറഞ്ഞിട്ട് ഇതാ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ ഓപ്ഷൻസ് അല്ലെ, 4 ഓപ്ഷൻസ് ഉണ്ട്. 4 വലിയ വലിയ റീസൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള റീസൺ ഏതാണ്? ഇത് ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഇവിടെ വെക്കാൻ കാരണം എന്ന് പറയുന്നത് കടൽക്കാറ്റും കരക്കാറ്റും, യെസ്, നമ്മളുടെ സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മക്കൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ ടൈപ്പ് ചെയ്തിടണം എന്നൊന്നും ഞാൻ പറയില്ല. ഓപ്ഷൻ ഇട്ടാൽ മതി. ആ ഓപ്ഷൻ ഏതാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ മറക്കണ്ട, കടല് പകലാണ്, കര രാത്രിയാണ്. ആൻഡ് എന്താണ് എവിടെ നിന്ന് എന്നുള്ളത് ആ പേരിൽ നിന്ന് തുടങ്ങിയാൽ മതി. അവിടെ നിന്ന് അങ്ങോട്ട് വീശി തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ അറിയണം എന്നുള്ളവർക്കായിട്ട് ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. കര അല്ലെ, നമ്മളിപ്പോ പറയാണ് പകൽ സമയത്തെ കാര്യം പറയുവാണെങ്കിൽ പകൽ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കടൽക്കാറ്റാണെന്ന്. അതെങ്ങനെയാണ്? പകൽ സമയത്ത് കര പെട്ടെന്ന് എന്ത് ചെയ്യും? ചൂട് പിടിക്കും അല്ലെ. ഈ ചൂട് പിടിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് പോവാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടത്തേക്ക് നമ്മുടെ നമ്മുടെ കടലിൽ നിന്ന്, നമ്മുടെ സീയിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ കാറ്റുണ്ടല്ലോ, അത് എന്ത് ചെയ്യാൻ തുടങ്ങും? അടിച്ചു കയറാനായിട്ട് തുടങ്ങും. അതാണ് നമ്മുടെ കടൽ കാറ്റ് പകല് വീശുന്നത്. ഇനി കരക്കാറ്റിലേക്ക് വരുവാണല്ലോ. കരക്കാറ്റ് രാത്രിയാണെന്ന് നമ്മൾ പഠിച്ചു. കര രാത്രിയാണ് അല്ലെ. അപ്പൊ രാത്രി ആവുന്ന സമയത്ത് നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് തണുക്കും. നമ്മൾ പറഞ്ഞില്ലേ, അത് പെട്ടെന്ന് ചൂടാവുന്ന പോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. എന്നാൽ കടലിലെ വെള്ളം അപ്പൊ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? ആ ചൂട് തന്നെ വൈകിയാണ് വന്നത് അല്ലെ. വൈകിയാണ് അത് ഹീറ്റ് ആയത്. സ്ലോ പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് തണുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കടലിന് മുകളിലുള്ള വായുവിനാണ് എന്ത് കൂടുതൽ? ചൂട് കൂടുതൽ. അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സ്പേസ് വന്നില്ലേ? ആ സ്പേസിലേക്ക് ഇതാ നമ്മുടെ തണുത്ത കാറ്റ് കരയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് വീശുന്നു. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ കാരണമൊക്കെ നമുക്ക്
നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ മറക്കരുത്, കടല് പകലാണ്, കര രാത്രിയാണ്. അപ്പൊ ദാ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് മക്കൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ USS എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ്സിന് വേണ്ടിയിട്ട് ഒരു റെഡ് ഹാർട്ട് കൂടെ നമ്മുടെ കമന്റിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ആൻസറിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ തൽക്കാലത്തേക്ക് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.